യോനാ കപ്പലിൽ ഉറങ്ങാൻ പോയി. അത് വിചിത്രമല്ലേ? ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നു, വലിയ കൊടുങ്കാറ്റ്, ന്യായവിധി വരുന്നു, അവൻ ഉറങ്ങുകയാണ്. അവൻ എങ്ങനെ ഉറങ്ങാൻ കഴിയും? കാരണം പാപം ഒരു മയക്കമരുന്ന് പോലെയാണ്. യോനാ അനുസരണക്കേടിന്റെ ഉറക്കത്തിലായിരുന്നു. കുറച്ചുകാലം മുമ്പ് ഞാൻ ഒരു മനുഷ്യനോട് സംസാരിച്ചു. അവൻ തന്റെ അയൽക്കാരനെ വഞ്ചനയിലൂടെ വഞ്ചിക്കുകയും അയൽക്കാരനിൽ നിന്ന് പണം മോഷ്ടിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, എന്റെ അയൽക്കാരന്റെ അച്ഛൻ എന്റെ പിതാവിനോട് ചെയ്തത് അതാണ് എന്നതിനാൽ ഈ പ്രവൃത്തി എനിക്ക് പൂർണ്ണ സമാധാനം തോന്നുന്നു. അത് ഒരു വ്യാജ സമാധാനമാണ്. അനുസരണക്കേടിന്റെ സമാധാനം, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന്റെ സമാധാനം. പക്ഷേ അത് ഉടൻ അവസാനിക്കും. പിന്നെ കുറ്റബോധവും പശ്ചാത്താപവും ന്യായവിധിയും നരകവും വരും. സമയം വേഗത്തിൽ കടന്നുപോകുന്നു. ആദ്യം പാപം രസകരമാണ്, പിന്നീട് അത് വിരസമാണ്, തുടർന്ന് അത് നിങ്ങളെ നിർവികാരനാക്കുന്നു. ദൈവവചനത്തോട് നിങ്ങൾ വളരെ സംവേദനക്ഷമതയുള്ളവരായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് നിങ്ങളുടെ മനസ്സാക്ഷിയെ കുത്തിനോവിച്ചു. അത് നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ കൊണ്ടുവന്നു. അത് നിങ്ങളെ അസ്വസ്ഥരാക്കി. ഇപ്പോൾ നിങ്ങൾ ഒരു വികാരവുമില്ലാതെ തിരിഞ്ഞുകളയുന്നു. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണ്. പാപത്താൽ നിങ്ങൾ മയക്കപ്പെട്ടിരിക്കുന്നു.